നമസ്കാരം. ആരംഭിക്കുന്നു പ്രധാന വാർത്തകളാണ്. യുഎഇയിലെ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രാജ്യക്കാരെ നിയമിക്കണമെന്ന നിർദ്ദേശം കർശനമാകുന്നു. ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെ എണ്ണം സ്ഥാപനത്തിൽ അധികമാണെങ്കിൽ ആ രാജ്യക്കാർക്ക് പുതിയ തൊഴിൽ വിസ ലഭിക്കില്ല. ജീവനക്കാരുടെ എണ്ണത്തിൽ മുന്നിലാണ് എന്നതിനാൽ ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് പുതിയ തൊഴിൽ വിസ ലഭിക്കാൻ ഇത് വെല്ലുവിളിയായേക്കും. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഏറെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ആ രാജ്യക്കാർക്ക് പുതിയ തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മന്ത്രാലയം സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ മുന്നറിയിപ്പാണ്. നിയമനങ്ങളിൽ ജനസംഖ്യാപരമായ വ്യത്യസ്തത പാലിക്കണമെന്ന്. സ്ഥാപനങ്ങളുടെ നിലവിലെ വിസ കോട്ടയുടെ ആദ്യ 20% വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരായിരിക്കണമെന്നാണ് വിസ സേവന ദാതാക്കൾക്ക് ലഭിച്ച അറിയിപ്പിൽ പറയുന്നത്. വ്യത്യസ്ത നാഷണാലിറ്റി ആളുകളെ ജോലികളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ ഓഫർ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി വൈൽ ഹയറിംഗ് എംപ്ലോയി എന്നുള്ള മെസ്സേജാണ് ഇരിക്കുന്നത്. ഇത് പ്രകാരം നമ്മുടെ ഫസ്റ്റ് അവൈലബിൾ കോട്ടയുടെ 20% വ്യത്യസ്ത നാഷണാലിറ്റിക്കാരായിരിക്കുക. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് പാസ്സായിട്ടില്ലെങ്കിൽ നാഷണാലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാനാണ് നിലവിലുള്ള ഇൻസ്ട്രക്ഷൻസ്. യുഎഇയിലെ തൊഴിലിടങ്ങളിൽ വ്യത്യസ്ത രാജ്യക്കാരായ ജീവനക്കാർക്ക് അവസരം ഉറപ്പാക്കാനാണ് നിർദ്ദേശമെങ്കിലും നിലവിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പുതിയ ജീവനക്കാർക്ക് അവസരം ലഭിക്കുന്നതിന് ഇത് വെല്ലുവിളിയാകുമെന്നാണ് ആശങ്ക. അതേസമയം ഇന്ത്യക്കാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വിധം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. നിയമന സാധ്യത കുറയാനോ വൈകാനോ സാധ്യതയുള്ളതിനാൽ പുതിയ ജോലിക്കും ജോലി മാറ്റത്തിനും ശ്രമിക്കുന്നവർ ഇക്കാര്യം കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് വിസ സേവന രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടി. ഒരു കമ്പനിയിൽ സപ്പോസ് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യക്കാർ മാത്രമാണ് കൂടുതലുള്ളെങ്കിൽ ആ കമ്പനി അത്തരം രാജ്യക്കാരെ വീണ്ടും എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഡെമോക്രാറ്റിക് ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നമ്മളെ ജനസംഖ്യാപരമായിട്ടുള്ള ഒരു ആനുപാതികമായിട്ടുള്ള ഒരു ഈക്വലൈസേഷൻ വരുത്തുക എന്നുള്ളത്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളെയും ഉൾക്കൊള്ളിക്കുക, ഒരു കമ്പനിയിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലേബറിൻ്റെ ഒരു പുതിയൊരു റൂൾ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ പോലും അവിടെയും പറയുന്നത് അതാണ്, നിങ്ങൾ മിക്സ് ചെയ്തിട്ട് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാജ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളെയും മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വിസ നിർത്തിവെച്ചെന്നോ അങ്ങനെയുള്ള ഒരു പ്രചരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. അത് ആ മെസ്സേജിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഏതെങ്കിലും ഒരു ഇതിനെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒരു ജോലി മാറ്റവും ഇതൊക്കെ ശ്രമിക്കുന്നത് നല്ലൊരു സമയമല്ല. അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ജോലി മാറുന്ന ആളുകൾ ഒരു പക്ഷേ വിസ കിട്ടാണ്ടായ പിന്നെ അവർക്ക് പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ തന്നെ ആ കമ്പനിക്ക് ഈ ഹയർ ചെയ്യാനുള്ളൊരു സാഹചര്യം വരാതിരുന്നാൽ അവർ നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് ഇപ്പോൾ ജോലി മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. നിയന്ത്രണം സംബന്ധിച്ച തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായേക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരും ഈ അവസരത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. യുഎഇയിലെ സ്കൂളുകളിൽ 700-ലേറെ അധ്യാപക ഒഴിവുകൾ. ആഗസ്റ്റിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷമാണ് അധ്യാപകരെ നിയമിക്കുക. ദുബായ്, അബുദാബി, ഷാർജ എമിറേറ്റുകളിലെ വിവിധ സ്കൂളുകളിലാണ് നിയമനം. ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് ദുബായ് എമിറേറ്റിലാണ്. അന്താരാഷ്ട്ര തലത്തിൽ അധ്യാപക നിയമനത്തിന് സഹായിക്കുന്ന ടെസ്റ്റ് വെബ്സൈറ്റ് റിപ്പോർട്ടിലാണ് അധ്യാപകർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകുമെന്ന കാര്യം വ്യക്തമാക്കുന്നത്. ദുബൈയിൽ 500ഓളം ഒഴിവുകളും അബുദാബിയിൽ 150ഓളം വേക്കൻസികളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജെംസ് എഡ്യൂക്കേഷൻ, താലീം, ബ്ലൂം എഡ്യൂക്കേഷൻ എന്നീ സ്കൂൾ ഗ്രൂപ്പുകളിലാണ് വിവിധ വിഭാഗങ്ങളിലായി അധ്യാപകരെ ആവശ്യമുള്ളത്. പ്രധാന അധ്യാപകൻ, സ്പോർട്സ് കോച്ച്, മ്യൂസിക് അധ്യാപകൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ഒഴിവുകളുണ്ട്. അതുപോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും അധ്യാപകരെ ആവശ്യമുണ്ട്. പല സ്ഥാപനങ്ങളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരിയിൽ അവസാനിക്കും. നിരവധി വിദ്യാലയങ്ങളിൽ ഫിസിക്സ് അധ്യാപകരുടെ ഒഴിവുണ്ട്. ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ, ജുമൈറ പാർക്ക്, ജെംസ് വെല്ലിംഗ്ടൺ ഇന്റർനാഷണൽ സ്കൂൾ, അർക്കാഡിയ ഗ്ലോബൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ഫിസിക്സ് അധ്യാപകരുടെ വേക്കൻസിയുണ്ട്.
അതോടൊപ്പം വിവിധ സ്കൂളുകളിൽ മാത്സ് അധ്യാപകരുടെ ഒഴിവും കാണിക്കുന്നുണ്ട്. സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മികച്ച അധ്യാപകരെ ലഭിക്കുന്നത് സ്കൂളുകൾ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഈ മേഖലകളിലെ അധ്യാപകർക്ക് കൂടുതൽ വേതനവും സ്കൂളുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായതിനാൽ UAE സ്കൂളുകളിലെ ജോലി വലിയ അനുഭവ സമ്പത്ത് നൽകുന്നതാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ മാനേജ്മെന്റ് സ്കൂളുകളും അടുത്ത അധ്യയന വർഷത്തേക്ക് അധ്യാപകരെ കണ്ടെത്താൻ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ നീക്കം ആരംഭിക്കാറുണ്ട്. ശമ്പളത്തിന് പുറമെ താമസമില്ലെങ്കിൽ താമസ അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വാർഷിക അവധിക്ക് ട്രാവൽ ടിക്കറ്റ് തുടങ്ങിയവ അധ്യാപകർക്ക് ലഭിക്കാറുണ്ട്. പൊതുവെ ഫീസ് കുറഞ്ഞ ഇന്ത്യൻ സ്കൂളുകളിൽ അധ്യാപകർക്ക് മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് ശമ്പളാദി ആനുകൂല്യങ്ങൾ കുറവാണ്. മീഡിയ 1 ദുബൈ. കുവൈറ്റിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽ സാലിം അസബാഹിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് കുവൈറ്റ് അമീർ അംഗീകാരം നൽകി. കുവൈറ്റിന്റെ 62 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിനിടെ 45ാമത്തെ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബ അൽ സാലിം സബ ഇനി കുവൈത്തിനെ നയിക്കും. പ്രധാനമന്ത്രിയും മന്ത്രിമാരും അമീറിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. 13 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയ്ക്ക് ഇന്ന് രാവിലെയാണ് അമീർ അംഗീകാരം നൽകിയത്. നേരത്തെയുള്ള ക്യാബിനറ്റിൽ നിന്നും വ്യത്യസ്തമായി ഡോക്ടർ ഇമാദ് മുഹമ്മദ് അൽ അത്തീക്കിയെ മാത്രമാണ് ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചത്. പൊതുമരാമത്ത് മന്ത്രിയും മുനിസിപ്പാലിറ്റി കാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ നൂറ മുഹമ്മദ് അൽ മഷാനാണ് സർക്കാരിലെ ഏക വനിത. മുൻ സർക്കാരിലുണ്ടായിരുന്ന ഷെയ്ഖ് തലാൽ ഖാലിദ് അഹമ്മദ് സബാ, ഷെയ്ഖ് അഹമ്മദ് ഫഹദ് ജാബ്ര സബാ, ഷെയ്ഖ് സലീം അബ്ദുള്ള ജാബ്ര സബാ എന്നിവരടക്കം മാറി. എന്നാൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദിയെയും ഇൻഫർമേഷൻ മന്ത്രി അബ്ദുറഹിമാൻ ബദാ അൽ മുത്തേരിയെയും നിലനിർത്തി. ഡിസംബർ 20-ന് പുതിയ അമീർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിറകെയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ ജാബ്ര സബ രാജി സമർപ്പിച്ചത്. തുടർന്ന് അമീർ ജനുവരി 4-ന് പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബ അൽ സാലിം സബാഹിനെ നിയമിച്ചത്. 1962 ജനുവരി 17-നാണ് കുവൈത്തിൽ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. ഷെയ്ഖ് അബ്ദുള്ള അൽ സാലം അൽ സബാഹ ആയിരുന്നു പ്രഥമ പ്രധാനമന്ത്രി. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിൽ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് പുതിയ ഡ്രസ് കോഡ്, തൊഴിലിടങ്ങളിൽ വ്യക്തി ശുചിത്വം നിലനിർത്തുന്നതിന്റെയും സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്നതിന്റെയും ഭാഗമായാണ് പരിഷ്കരണം. ആരോഗ്യവകുപ്പാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ആരോഗ്യമേഖലയിലെ ജീവനക്കാർ തൊഴിലിടങ്ങളിൽ മാന്യവും പൊതുസമൂഹത്തിന് ചേർന്നതുമായ വസ്ത്രം ധരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം പുറത്തിറക്കിയത്. പുരുഷന്മാർ പൈജാമയും ഷോർട്സും ധരിക്കാൻ പാടില്ല. കൂടാതെ അശ്ലീല ചിത്രങ്ങളോ പദപ്രയോഗങ്ങളോ അടങ്ങുന്ന വസ്ത്രങ്ങളും ധരിക്കരുത്. വിചിത്രമായ രീതിയിൽ ഹെയർ സ്റ്റൈൽ ഒരുക്കുന്നതിനും വിലക്കുണ്ട്. സ്ത്രീകൾ ഇറുകിയതും തുറന്നതുമായ വസ്ത്രങ്ങൾ തൊഴിലിടങ്ങളിൽ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അമിതമായ മേക്കപ്പ്, മൈലാഞ്ചി, പെർഫ്യൂം, ചെയിനുകൾ എന്നിവയും ഉപയോഗിക്കരുത്. കാൽമുട്ട് വരെ നീളമുള്ള കോട്ടും സ്ത്രീകൾക്ക് നിർബന്ധമാണ്. കൂടാതെ ജോലി സമയത്ത് ഔദ്യോഗിക വസ്ത്രവും നിർബന്ധമായും ധരിക്കണം. തമീം CP, മീഡിയ 1 റിയാദ്. കുവൈറ്റിൽ ക്യാൻസർ മുക്തരായവരുടെ നിരക്കിൽ വർധന. 2013-നും 2017-നും ഇടയിൽ രോഗനിർണയം നടത്തി ഭേദമായവരുടെ എണ്ണത്തിലാണ് 75% വർധനവ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും നൂതനമായ വൈദ്യ ചികിത്സയാണ് കുവൈറ്റിൽ നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 26,312 ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 51% കുവൈത്തികളും ബാക്കി പ്രവാസികളുമാണ്. മറ്റു വാർത്തകളിലേക്ക്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങി സൗദിയിലെ കിങ് സൽമാൻ റിലീഫ് സെന്റർ. സംഘർഷങ്ങൾ ശക്തമായ പ്രദേശങ്ങളിലാണ് 5ഓളം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക. സ്ത്രീകളും കുട്ടികളും ദുരിതമനുഭവിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനം ശക്തിപ്പെടുത്തും. ജനീവയിൽ നടന്ന ലോകാരോഗ്യ സംഘടനയുടെ സമ്മേളനത്തിൽ വെച്ചാണ് സൗദിയുടെ പുതിയ പ്രഖ്യാപനം. കിങ് സൽമാൻ റിലീഫ് സെന്റർ ജനറൽ സൂപ്പർവൈസർ ഡോക്ടർ അബ്ദുള്ള അൽ റബിയയാണ് ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ പ്രതിസന്ധികളെ മറികടക്കാൻ വിപുലമായ തന്ത്രങ്ങൾ ആവശ്യമാണ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധ മാർഗങ്ങളാണ് ഇതിനായി നടപ്പിലാക്കേണ്ടത്. ഭാവിയിൽ ആരോഗ്യ പ്രതിസന്ധികളെ നേരിടാൻ സമൂഹത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കണമെന്നും അൽ റബിയ പറഞ്ഞു. കൂടാതെ കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിലയിരുത്തി. 2015 മുതൽ $6 ബില്യണിലധികം സഹായമാണ് റിലീഫ് സെന്റർ നടപ്പിലാക്കിയത്. 95 രാജ്യങ്ങളിലായി 2670 സഹായ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയതായും വ്യക്തമാക്കി. ജനങ്ങളുടെ ആരോഗ്യം ശക്തിപ്പെടുത്താനും ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് പിന്തുണ നൽകാനും ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തമീം CP, മീഡിയ 1 റിയാദ്.
ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഒമാനെതിരെ ത്രസിപ്പിക്കുന്ന വിജയം ആഘോഷമാക്കി സൗദി ആരാധകർ. മുൾമുനയിൽ നിർത്തിയ മത്സരത്തിൽ സമ്മർദ്ദമേറെയായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു. Today we are very happy. We win this match with Oman, and we have next match very with Kyrgyzstan, and we will win, inshallah, and they take the cup. Today like cut our breath. 75 minutes. It's goal. After that party in Doha. Now very happy all the Saudi fans. الحمد لله على الفوز وان شاء الله بدايه انطلاقه حلوه باذن الله. نهدي ان شاء الله فوز كل الجماهير اللي جت وساندنا ان شاء الله وان شاء الله نحقق كاس اسيا باذن الله. المنتخب السعودي شرفنا اليوم ويعني قدمنا فوز مهم جدا في بدايه الدوري والحمد لله. I'm happy today. I'm Qatari and I support Saudi Arabia because they are our brother and we support Saudi Arabia. I'm so proud of my country. First half of the match it wasn't that good, but alhamdulillah the second match they did better, and inshallah and alhamdulillah we win by 2 goals. I don't know what happened. Then Saudi Arabia scored the second goal, and all the best. ആദ്യ മത്സരത്തിലെ വിജയം ആഘോഷമാക്കുകയാണ് സൗദി ആരാധകർ. കിരീട പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ സംരംഭകരുമായി പങ്കുവച്ച് മീഡിയ 1 ബിസിനസ് കോൺക്ലേവ് ദോഹയിൽ സമാപിച്ചു. ടെക്നോളജി സ്ഥാപനമായ ടാൽറോപ്പുമായി ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ദോഹ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ബിസിനസ് കോൺക്ലേവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ബിസിനസ് മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ചർച്ച ചെയ്തത്. പ്രമുഖ ഖത്തറി സ്റ്റാർട്ടപ്പായ സ്നൂനു സ്ഥാപകനും സിഇഒയുമായ ഹമദ് മുബാറക് അൽ ഹാജിരി ഉദ്ഘാടനം ചെയ്തു. I'd like to congratulate Mr. Roshan for his great initiatives. I would love to see the media start working on connection and building business community using the latest technology available. സാങ്കേതിക വിദ്യക്കൊപ്പം വളരുന്ന ഖത്തറിലെ ബിസിനസ് സാധ്യതകൾ ഖത്തർ മീഡിയ സിറ്റി ഡയറക്ടർ തൈർ ഖാലിദ് അൽനാനി വിശദീകരിച്ചു. Support will come in different ways. We support them financially by providing a start-up fund, incubation fund, and also we waive a lot of the costs that, if you go outside the media city would pay, for example, registration fees, permit fees, etc., etc. മീഡിയ 1 CEO റോഷൻ കാക്കട്ടിൽ അധ്യക്ഷനായിരുന്നു. In Media 1, we also tried applying artificial intelligence. In fact, we are the first one to introduce a Media 1 artificial intelligence anchor to completely operate and read one 30 minutes bullet in South India, and we were the second news channel in India to introduce artificial intelligence anchor. And we continue our research and development activities. ടെക്നോളജി ആൻഡ് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെർട്ട് അർഷദ് ഇ, ഗ്രോവാലി സ്ഥാപകൻ ജസീർ ജമാൽ തുടങ്ങിയ AI വിദഗ്ധർ സദസ്സുമായി സംസാരിച്ചു.
AI ടൂളുകൾ ഉപയോഗിച്ച് ബിസിനസ് സംരംഭങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ടാൽഡ്രോപ്പിന്റെ ബിസിനസ് കണക്ട് പ്രോജക്ട് കോൺക്ലേവിൽ അവതരിപ്പിച്ചു. എല്ലാതരം സംരംഭങ്ങൾക്കും ബിസിനസ് കണക്ട് വഴി ഓട്ടോമേഷൻ സാധ്യമാക്കാം. We at Taldrop, we believe that we could make the next Silicon Valley from Kerala. ടാൽഡ്രോപ്പ് CTO സോബിൻ നജ്മുദ്ദീൻ, COO ജോൺസ് ജോസഫ്, പ്രൊജക്ട് ഡയറക്ടർ നിഷാന മുഹമ്മദ്, മീഡിയ വൺ ജനറൽ മാനേജർ സോആബ് അലി, മീഡിയ വൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈസ് ചെയർമാൻ AC മുനീഷ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സൗദി റീജിയണൽ മാനേജർ ഹസനുൽ ബന്ന തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ വൺ ദോഹ. മസ്കത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ജനുവരി 21 മുതൽ ആരംഭിക്കും. ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് വെബ്സൈറ്റ് വഴി ഓൺലൈനിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുക. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് www.indianschools.oman.com എന്ന വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി 24 2024 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും കിൻഡർ ഗാർട്ടൻ പ്രവേശനത്തിന് അർഹതയുണ്ടാകുക. കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യക്കാരല്ലാത്ത മറ്റു കുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ പുതിയ അധ്യയന വർഷത്തിൽ ഇന്ത്യക്കാരല്ലാത്തവരുടെ മക്കൾക്ക് അഡ്മിഷൻ നൽകുന്നില്ലെന്ന് സ്കൂൾ ബോർഡുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മസ്കത്ത്, ദാർസൈത്ത്, വാദി കബീർ, സീബ്, ഗൂബ്ര, മബേല, ബൌഷർ എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. മീഡിയ വൺ മസ്കത്ത്. യാത്രക്കാർക്ക് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ പാസുകളുമായി എമിറേറ്റ്സ് വിമാന കമ്പനി. മാർച്ച് 31 മുൻപായി എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ എന്നിവ സന്ദർശിക്കാൻ ടിക്കറ്റ് നൽകുന്നത്. 8 മണിക്കൂറിൽ കൂടുതൽ ദുബൈയിൽ സ്റ്റോപ്പ് ഓവറുള്ള യാത്രക്കാർക്കും സൗജന്യ പാസുകൾ ഉപയോഗപ്പെടുത്താനാകും. ഫെബ്രുവരി 1 വരെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് സൗജന്യ പാസ് ലഭിക്കുക. 2024 മാർച്ച് 31 വരെ യാത്ര ചെയ്യാൻ ടിക്കറ്റുകൾ ഉപയോഗിക്കാം. വൺ വേ ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്ക് ഓഫർ ലഭിക്കുകയില്ല. എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്നവർ EKD XB24 എന്ന കോഡ് ഉപയോഗിക്കുകയാണ് വേണ്ടത്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് ഒരു കോഡും അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറിനായി മറ്റൊരു കോഡുമാണ് കമ്പനി കൈമാറുക. ട്രാവൽ ഏജന്റ്, എമിറേറ്റ്സ് കോൾ സെന്റർ, ടിക്കറ്റിംഗ് ഓഫീസ് എന്നിവ മുഖേന ബുക്ക് ചെയ്യുകയാണെങ്കിൽ യാത്ര ചെയ്യുന്നതിന് 96 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാരൻ്റെ പേര്, ദുബൈയിലെത്തുന്ന ദിവസം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ സഹിതം emirates@emirates.com എന്ന മെയിൽ മുഖേന അറിയിച്ചാൽ പാസുകൾ ലഭിക്കും. മീഡിയ വൺ ദുബൈ. കുവൈറ്റ് DGCAയുടെ യാത്രാ നിയന്ത്രണങ്ങൾക്കെതിരെ വളർത്തുമൃഗങ്ങളുടെ ഉടമകൾ രംഗത്ത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറപ്പെടുവിച്ച തീരുമാനം പൂർണ്ണമായും നിരസിക്കുന്നതായി അനിമൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഷെയ്ഖ അൽ സദൂൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വളർത്തുമൃഗങ്ങളെ ഉള്ള ഉടമകൾക്ക് തെരുവിൽ തള്ളാൻ പ്രേരിപ്പിക്കും. ഉടമകൾ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ പരിപാലിക്കാൻ ആളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അൽ സദൂൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 1 DGCA നിജപ്പെടുത്തിയത്. ഖത്തറിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡുകളിലൊന്നായി സ്നൂനുവിനെ വളർത്തുന്നതിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ പങ്ക് വലുതാണെന്ന് സ്നൂനു സ്ഥാപകനും സിഇഒയുമായ ഹമദ് മുബാറക് അൽ ഹാജിരി. ഭാവിയിൽ ഇന്ത്യയിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് ഖത്തറിലെ ഡെലിവറി ഓൺലൈൻ ഷോപ്പിംഗ് മേഖലയിൽ ജനപ്രിയ ബ്രാൻഡായി മാറിയ സ്ഥാപനമാണ് സ്നൂനു. ഗൾഫ് മേഖലയൊന്നാകെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്ന സ്നൂനുവിന്റെ വളർച്ചയിൽ ഇന്ത്യക്കാരുടെ പങ്ക് വലുതാണെന്ന് ഹമദ് മുബാറക് അൽ ഹാജിരി പറഞ്ഞു. We managed to bring multiple talent people around the world, 66 nationalities. One of the major nations contribute to the success of Snunu is our Indians team. They done amazing job from finance, from growth, from sales. Actually, we take many employees from a successful story in India. We take from Zomato, 2 million Indians here. I usually have assumption 80% speaking Malayalam. I'm not sure. I just made it. Yeah, I suggest, but yeah, Malayalam. Yeah, you know, you have some accent that's not in our tongue. Yeah. ആദ്യം അയൽ രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം.
സാഹചര്യം അനുകൂലമാകുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും സ്നൂനു എത്തും. So definitely our aim is to expand to our neighborhood countries, Saudi Arabia, Kuwait, Iraq, Oman, all this country. Dubai maybe later because it's congested a little bit with multiple player. And there is Middle East is promising overall. India will be the next, so we're gonna focus on Middle East. Then maybe later but definitely gonna go to the east, not the west. പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യമാണ് ബിസിനസ് രംഗത്ത് വേണ്ടത്. You know, being in comfort, accept the challenge, enjoy the challenge, and overcome it with more, better person as well. സേവനങ്ങളിലെ വ്യത്യസ്തതയാണ് പുതിയ കാലത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള വഴിയെന്നും അദ്ദേഹം പറഞ്ഞു. If you want to get, if you are sick now, you want to get delivery from a pharmacy, and you can call the pharmacist. It's by Sununu. We are the only player in the Middle East to give that services. If you want to have a home businesses platform, so there is some business in the home, Sununu is the only company that provides this in the whole Middle East. But how we innovate that one? We solve multiple problems. Media One, Doha. കശ്മീർ തുണിത്തരങ്ങളുടെ പ്രദർശനം കുവൈത്തിൽ ആരംഭിച്ചു. പ്രദർശനത്തിനൊപ്പം നെയ്ത്ത്, എംബ്രോയിഡറി എന്നിവയുടെ തത്സമയ പ്രദർശനവുമുണ്ട്. ഹൗസ് ഓഫ് സദുവും കശ്മീർ ലൂമും ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എക്സിബിഷന്റെ ഉദ്ഘാടനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക ഇന്ത്യൻ തുണിത്തരങ്ങളുടെ സങ്കീർണമായ ഡിസൈനുകളെയും ഗുണനിലവാരത്തെയും പ്രശംസിച്ചു. ഞായറാഴ്ച ആരംഭിച്ച പ്രദർശനം നാളെ അവസാനിക്കും. രാവിലെ 10 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് പ്രദർശന സമയം. കടലിന് നടുവിൽ സാഹസിക വിനോദസഞ്ചാരത്തിന് സാഹചര്യമൊരുക്കി സൗദി അറേബ്യ. ദ റിഗ് എന്ന പേരിൽ ആഗോള സാഹസിക കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ധാരണയായി. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉടമസ്ഥതയിലുള്ള ഓയിൽ പാർക്ക് ഡെവലപ്മെന്റാണ് കേന്ദ്രം ഒരുക്കുന്നത്. സമുദ്ര കായിക വിനോദങ്ങളെയും സാഹസിക വിനോദങ്ങളെയും സമന്വയിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തെ ടൂറിസം മേഖലയ്ക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായകരമാകുന്നതാണ് പദ്ധതി. പദ്ധതി വഴി സ്വദേശികൾക്ക് വലിയ തൊഴിലവസരങ്ങളും ഒരുങ്ങും. ദ റിഗ് എന്ന പേരിൽ സ്ഥാപിക്കുന്ന സാഹസിക കായിക കേന്ദ്രത്തിനുള്ള മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കി. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള ഓയിൽ പാർക്ക് ഡെവലപ്മെന്റാണ് നിർമ്മാണം നടത്തുക. അൽജരീദ് ദ്വീപിനും അറേബ്യൻ ഉൾക്കടലിലെ അൽബരി എണ്ണപ്പാടത്തിനും സമീപമായാണ് കേന്ദ്രം സ്ഥാപിക്കുക. പദ്ധതി പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം 9 ലക്ഷം സന്ദർശകരെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാനാകും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടങ്ങുന്ന ബൃഹത് പദ്ധതിയായിരിക്കും ദ റിഗ്. അഡ്വഞ്ചർ ഗെയിമുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ആഗോള കേന്ദ്രമായിരിക്കും ഇതെന്ന് കമ്പനി സിഇഒ റായിദ് ബക്രജി പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ വൺ, ദമ്മാം. ഈ വർഷം ബഹ്റൈനിൽ നിന്ന് ഹജ്ജിനായി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഹജ്ജ് ഉംറ ഉന്നതാധികാര സമിതി. ഹജ്ജ് കർമ്മം ഉദ്ദേശിക്കുന്നവർ അംഗീകൃത ഹജ്ജ് ഗ്രൂപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സമിതി നിർദ്ദേശിച്ചു. ഈ വർഷം ബഹ്റൈനിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ അംഗീകൃത ഹജ്ജ് ഗ്രൂപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ബഹ്റൈൻ ഹജ്ജ് ഉംറ ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചു. ഫെബ്രുവരി 20 മുമ്പ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിലാണ് രജിസ്ട്രേഷൻ സംബന്ധിച്ച തീരുമാനമെടുത്തത്. നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുആവദയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഹജ്ജ് ഉംറ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഹജ്ജ് കർമ്മങ്ങൾ സുഗമമാക്കുന്നതിന് സൗദി ഹജ്ജ് മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചു. ഉംറയാത്രയുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ നീക്കം സൗദി കോസ്വേയിൽ എളുപ്പമാക്കാനുള്ള നിർദ്ദേശങ്ങളും ചർച്ചയിലുയർന്നു. കോസ്വേ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, സൗദി അധികൃതർ തുടങ്ങിയവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾക്ക് യോഗം പിന്തുണ പ്രഖ്യാപിച്ചു. മീഡിയ വൺ, ബഹ്റൈൻ. കുവൈറ്റ് ബസേലിയോ സുവർണ പുരസ്കാരം റവറന്റ് ഇമാനുവേൽ ബെഞ്ചമിൻ ഗരീബിന്. കുവൈറ്റിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി മാർ ബസേലിയോസ് മൂവ്മെന്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായത്. നേരത്തെ കുവൈറ്റ് ഓയിൽ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1999 ജനുവരിയിലാണ് റവറന്റ് ഇമാനുവേൽ ഗരീബ് പൗരോഹിത്യം സ്വീകരിച്ചത്. ദമാം തിരുവനന്തപുരം അസോസിയേഷൻ വിപുലമായ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റാർ നൈറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായകരും ഹാസ്യതാരങ്ങളും പങ്കെടുത്തു. ട്രിപ്പ 11ാം വാർഷികത്തോടനുബന്ധിച്ചൊരുക്കിയ സ്റ്റാർ നൈറ്റ് 2024 വർണ്ണാഭമായ പരിപാടികളോടെ സമാപിച്ചു. പിന്നണി ഗായകരായ ബിജു നാരായണൻ, നാരായണി ഗോപൻ, അതുൽ നറുകര എന്നിവർ ചേർന്നൊരുക്കിയ ഗാനസന്ധ്യ ആഘോഷത്തിന് മികവേകി. കോമഡി താരങ്ങളായ തങ്കച്ചൻ വിതുര,
അഖിൽ കവലയൂർ എന്നിവർ അവതരിപ്പിച്ച സ്കിറ്റുകളും വേദിയിലെത്തി. നിതിൻ രാജ്, സജീവ് ജോബ് എന്നിവർ ചേർന്ന് ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും ഒരുക്കി. പ്രവിശ്യയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂട്ടായ്മയുടെ പ്രവർത്തന റിപ്പോർട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. ട്രിപ്പ പ്രസിഡന്റ് മണ്ണറ സുരേഷ്, സെബിൻ മുഹമ്മദ്, രഞ്ജുരാജ്, അബ്ദുസലാം, നിമ്മി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. അബുദാബി മലയാളി സമാജം ത്രിദിന ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റിന് ജനുവരി 19 തുടക്കം. മുസഫ ക്യാപിറ്റൽ മാളിന് സമീപം സജ്ജമാക്കിയ ബൊലേവാർഡ് അവന്യൂവിലാണ് പരിപാടി. വൈകിട്ട് 7:30 ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഉദ്ഘാടനം ചെയ്യും. ഇൻഡോ അറബ് ഫ്യൂഷൻ സംഗീത പരിപാടിക്ക് പുറമെ മറ്റ് കലാവിരുന്നുകളും അരങ്ങേറും. ഒരുമ കുവൈറ്റ് അംഗങ്ങൾക്ക് അമേരിക്കൻ ടൂറിസ്റ്റർ ഉൽപ്പന്നങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആകർഷകമായ ആനുകൂല്യങ്ങൾ. ട്രോളി ബാഗുകൾക്ക് 3 ദിനാറും ബാക്ക് പാക്ക് ബാഗുകൾക്ക് 1 ദിനാറുമാണ് കിഴിവ് ലഭിക്കുക. ലുലു ഓഫറുള്ള ഉൽപ്പന്നങ്ങൾക്കും ഈ ഓഫറുകൾ ലഭിക്കും. ഓഫർ കൂപ്പൺ പ്രകാശനം ലുലു അൽ റായി ബ്രാഞ്ചിൽ നടന്നു. അമേരിക്കൻ ടൂറിസ്റ്റ് പ്രതിനിധി ഫാദി, നൌഫൽ, ലുലു പ്രതിനിധികളായ സലീം, സംഗീത്, ഒരുമ പ്രതിനിധികളായ CP നൈസാം, PT ഷാഫി, നജീബ് CK, അംജദ് എന്നിവർ പങ്കെടുത്തു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതിയായ ഒരുമയിൽ 2.5 ദിനാർ നൽകിയ എല്ലാ മലയാളികൾക്കും അംഗത്വമെടുക്കാം. അംഗമായിരിക്കെ മരണപ്പെടുന്ന വ്യക്തിയുടെ നോമിനിക്ക് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. സാമൂഹിക സേവന രംഗത്തെ സംഭാവനകൾക്ക് കണ്ണൂർ മാട്ടൂൽ സ്വദേശി VPK അബ്ദുൾ റഹ്മാൻ, കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി KM കുഞ്ഞി എന്നിവരെ ഷാർജയിൽ ആദരിച്ചു. ഷാർജ സൗഹൃദ കൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രദീപ് നെന്മാറ, ഷാജി ജോൺ, പ്രഭാകരൻ പന്ത്രോളി എന്നിവർ സംസാരിച്ചു. PR പ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബഹ്റൈനിലെ ഗ്രാമീണ കാർഷിക ചന്തയിലൂടെയാണ് പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഹരിത ഭംഗിയാർന്ന കാഴ്ചകൾ ഗ്രാമീണ കാർഷിക ചന്തയിലേക്ക് നിരവധി പേരെ ആകർഷിക്കുന്നു. ബുദയ ഹൈവേക്ക് സമീപം നോർത്തേൺ ഗവർണറേറ്റിലെ പോലീസ് ആസ്ഥാനത്തിനടുത്തുള്ള ഗാർഡനിലാണ് ഈ വാരാന്ത്യ കാർഷിക ചന്ത. ബഹ്റൈനിന്റെ മണ്ണിലും കാലാവസ്ഥാ ഘടനയിലും വിളയിച്ചെടുക്കുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ വിപണിയിലെ പ്രധാന ആകർഷണം. വാരാന്ത്യ കാർഷിക ചന്തയുടെ 11ാമത് എഡിഷൻ ലോക്കൽ പ്രോഡക്റ്റ് ചാമ്പ്യൻസ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് മുഖ്യ ഉപദേഷ്ടാവും വനിതാ സുപ്രീം കൌൺസിൽ ചെയർപേഴ്സണുമായ പ്രിൻസസ് സബീക ബിൻത്ത് ഇബ്രാഹിം അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിലാണ് ചന്തയുടെ സംഘാടനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരും കരകൗശല വിദഗ്ധരും ശനിയാഴ്ചകളിൽ നടക്കുന്ന ഈ ചന്തയിൽ പങ്കെടുക്കുന്നു. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ ഗ്രാമീണ കാർഷിക വിപണി ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രാദേശിക മേഖലകളിൽ നിന്നുള്ള പച്ചക്കറികളും പഴങ്ങളും കർഷകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ ഇവിടെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. പച്ചക്കറികളും പഴങ്ങളും തനിമയോടെ തന്നെ വാങ്ങാമെന്നതിനാൽ പ്രവാസികളടക്കം നിരവധി പേരാണ് ഇവിടെ സന്ദർശിക്കാനെത്തുന്നത്. ശനിയാഴ്ചകളിൽ രാവിലെ 7 മണി മുതൽ 1 മണി വരെയാണ് സന്ദർശകർക്കുള്ള സമയം. സ്വദേശികൾക്കും വിവിധ രാജ്യക്കാരായ പ്രവാസികൾക്കും പുറമെ സൗദി അറേബ്യയിൽ നിന്നുള്ളവരും ചന്ത സന്ദർശിക്കാനെത്തുന്നു. ഈത്തപ്പഴം, തേൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നാടൻ ഔഷധങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബഹ്റൈനിന്റെ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കുമായി സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറുകളും വിവിധ കലാപരിപാടികളും സന്ദർശകരെ ആകർഷിക്കുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. GCC നൌഷാദ് അസോസിയേഷൻ UAE പ്രവിശ്യ ദുബൈയിൽ കുടുംബസംഗമം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ആലംഗോട് ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അത്തോളി അധ്യക്ഷത വഹിച്ചു. 25 വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ നൌഷാദ് എന്നു പേരുള്ളവരെ പരിപാടിയിൽ ആദരിച്ചു. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി ആലപ്പുഴ ചെന്നിത്തല സ്വദേശി ഷൈജു രാഘവൻ കുവൈറ്റിൽ മരിച്ചു. കുവൈറ്റ് അൽ ഗാനിം കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കുവൈറ്റ് ആലപ്പുഴ ജില്ലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ദമാം ഖാലിദിയ സ്പോർട്സ് ക്ലബ് 11s ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ക്ലബിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ക്ലബ്ബുകളായ 14 ടീമുകൾ മേളയുടെ ഭാഗമാകും. 25ാം വാർഷികം ആഘോഷിക്കുന്ന ദമാം ഖാലിദിയ സ്പോർട്സ് ക്ലബ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പ്രവിശ്യയിലെ കാൽപന്ത് പ്രേമികൾക്ക് ആവേശം പകർന്ന് 11s ടൂർണമെന്റും സംഘടിപ്പിക്കും.
ജനുവരി 19 മുതൽ ദമാം അൽതർജ് സ്റ്റേഡിയം ടൂർണമെന്റിന് വേദിയാകും. ഡിഫക്ക് കീഴിലുള്ള 14 ടീമുകൾ ടൂർണമെന്റിൽ ഏറ്റുമുട്ടും. ദ വിന്റർ ഹീറ്റ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന മേളയിൽ നാട്ടിൽ നിന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കളിക്കാർ വ്യത്യസ്ത ടീമുകൾക്കായി ബൂട്ടണിയും. വിജയികൾക്ക് ക്ലബ് അണിയിച്ചൊരുക്കുന്ന പ്രത്യേക കാലിദിയ ഗോൾഡ് കപ്പ് സമ്മാനമായി നൽകും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കളി വീക്ഷിക്കാനെത്തുന്ന മുഴുവൻ കാണികൾക്കും പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘാടകരായ സക്കീർ പാലക്കാട്, മൻസൂർ മങ്കട, ഡീമ ടിഷ്യൂ പ്രതിനിധി മുഹമ്മദ് റാഫി, മുജീബ് കളത്തിൽ, റാസിഖ് വള്ളിക്കുന്ന്, സമീർ അൽഹൂത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമ്മാം. കാലാവസ്ഥ. ദുബായ് കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. സലാല 22 ഡിഗ്രി സെൽഷ്യസ്, 34 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 18 പൈസ, UAE ദിർഹം 22 രൂപ 65 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 85 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 5 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 14 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 68 പൈസ.